Hello friends, I am Tulasi. Welcome to Fourth Dimension. +1 +2 ക്ലാസ്സിലെ ഫിസിക്സ് സബ്ജക്റ്റിനായി ഞങ്ങൾ തുടങ്ങിയ ഒരു ചാനലാണ് ഫോർത്ത് ഡൈമെൻഷൻ. ഫിസിക്സ് സബ്ജക്റ്റിൽ തിയറി, പ്രോബ്ലം, ക്വസ്റ്റ്യൻ ആൻസറിങ് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം നിങ്ങളെ സഹായിക്കുക എന്നുള്ള പർപ്പസോടുകൂടിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കത് ലഭ്യമാകും. എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ഫിസിക്സ് സബ്ജക്റ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ഈ ചാനലിൽ ഫോളോ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു ടു അവർ ചാനൽ. +1 പോർഷൻ നമ്മൾ ഇന്ന് ആദ്യമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ സിലബസ് നോക്കുകയാണെങ്കിൽ +1 സിലബസ് നമ്മൾ നോക്കിയാൽ അതിൽ കൂടുതൽ ചാപ്റ്റേഴ്സും മെക്കാനിക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും അതിനകത്ത് കുറേ പോർഷൻസ് നമുക്ക് ചെറുതായിട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. തേർഡ് ചാപ്റ്റർ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ന് തേർഡ് ചാപ്റ്ററാണ്, മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ബാക്കി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ സ്കൂളിൽ കുറേ പഠിച്ച് കാണും, അത് പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് നമ്മുടെ സിലബസിലെ തേർഡ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് 1-2 ടേംസ് ഒന്ന് പരിചയമാകണം. കാരണം നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് അത് പലപ്പോഴും ആവശ്യമായി വരുന്ന ടേംസ് ആണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി മീൻസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നമുക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മെഷർ ചെയ്യാൻ കഴിയുന്ന ഏത് ക്വാണ്ടിറ്റിയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. എക്സാമ്പിളായിട്ട് നിങ്ങൾ കാണുന്ന ഈ മാർക്കർ പെൻ, ഇതിൻ്റെ മാസ് നമുക്ക് മെഷർ ചെയ്യാം, ശരിയല്ലേ? അപ്പോൾ മാസ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലെങ്ത് മെഷർ ചെയ്യാം, ദാറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ടാണ് നമ്മുടെ ഈ ക്വാണ്ടിറ്റികളൊക്കെ മെഷർ ചെയ്യുന്നത്. അതേസമയം നമ്മൾ സണ്ണിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു, അതിൻ്റെ മാസ് മെഷർ ചെയ്യുന്നു, അതിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നു. ഇതൊക്കെ മെഷർ ചെയ്താൽ ഈ മെഷർമെൻറ്റ്സ് എല്ലാം ഇൻഡയറക്റ്റ് ആയിരിക്കും, പക്ഷേ അതും ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇങ്ങനെ മെഷർ ചെയ്യാൻ കഴിയുന്ന ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മെഷർ ചെയ്യുന്ന കഴിയുന്ന ഏത് ക്വാണ്ടിറ്റികളെയും വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു നമ്പർ കാണും, അതേപോലെ തന്നെ ഒരു യൂണിറ്റ് കാണും. ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കാം. മാസ്, ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഇപ്പോൾ 10 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ 10 എന്ന് പറഞ്ഞ നമ്പർ ആണല്ലോ, കിലോഗ്രാം യൂണിറ്റ് അല്ലേ? അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു നമ്പർ കാണണം, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റും കാണണം അല്ലേ? അപ്പോൾ ഈ നമ്പർ അതിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു അല്ലേ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി അവർ സാധാരണ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 2 ഗ്രൂപ്പായിട്ട് മാറ്റും. ഒന്ന് സ്കെയിലേഴ്സ് എന്ന് പറയും, സ്കെയിലർ ക്വാണ്ടിറ്റി. സെക്കൻഡ് വൺ ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ മാസ് എടുക്കും. മാസിനെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. മാസിനോടൊപ്പം നമ്മൾ ഡയറക്ഷനെ കാണിക്കുന്ന ഒന്നും തന്നെ യൂസ് ചെയ്യത്തില്ല. അപ്പം മാസിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി അതിനെ സ്പെസിഫൈ ചെയ്യാൻ, ഡയറക്ഷൻ വേണ്ട എങ്കിൽ അതെവിടെ പോകും? ദാറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അത് സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും സ്കെയിലർ ക്വാണ്ടിറ്റി അല്ലേ? ഇങ്ങനെ സ്കെയിലേഴ്സായിട്ട് വരുന്ന ഒരുപാട് ടേംസുകളുണ്ട്. മാസ് ഉണ്ട്, പിന്നെ വരുന്ന ടേം നോക്കി ഡെൻസിറ്റി, പിന്നെ സ്പീഡ്, ഡിസ്റ്റൻസ്. ഇതിനൊന്നും ഡയറക്ഷൻ്റെ ആവശ്യമില്ല അതിനെ സ്പെസിഫൈ ചെയ്യാൻ, അതിനെല്ലാം മാഗ്നിറ്റ്യൂഡ് മാത്രം മതി അല്ലേ? അപ്പോൾ സ്കെയിലർ എന്ന് പറഞ്ഞത് മനസ്സിലായി, ദീസ് ആർ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടേഴ്സിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്ന ഫോഴ്സ്, ഈ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ട് വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഒരു ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന 10 ന്യൂട്ടൺ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡായി.
ശരിയല്ലേ? ഈസ്റ്റ് നമുക്ക് ഡയറക്ഷനോട് പറയേണ്ട ആവശ്യം വരും. ഈ ഫോഴ്സ് ഏത് ദിശയിലേക്ക് ആക്ട് ചെയ്ത് നമുക്ക് പറയേണ്ടി വരും അല്ലേ? അപ്പോൾ അവിടെ എന്ത് വന്നു? ദർ കംസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം അല്ലേ? അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ വെക്ടേഴ്സ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വേറെ എക്സാമ്പിൾസ് നമുക്ക് ഇഷ്ടംപോലെ എടുക്കാം. വെലോസിറ്റി, that is a vector quantity. Acceleration, that is a vector quantity. Displacement, that is a vector quantity. ഇങ്ങനെ കുറേയധികം ക്വാണ്ടിറ്റികൾ നമ്മൾ വെക്ടേഴ്സ് എടുക്കുമ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ സ്കെയിലേഴ്സും വെക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്കെയിലേഴ്സ് ആർ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് only magnitude and no direction, and vector quantity means these are quantities having both magnitude and direction. അപ്പോൾ അത്രയും. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ആ ചാപ്റ്ററിന്റെ ഹെഡിങ് നിങ്ങൾ കണ്ടല്ലോ, മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഓർ റെക്റ്റിലീനിയർ മോഷൻ. അടുത്താണ് നമ്മൾ പഠിക്കുന്നത് ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണ്. ഓബ്ജക്റ്റ് എപ്പോഴാണ് റെസ്റ്റിൽ വരുന്നത്? എപ്പോഴാണ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുക വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ആൻഡ് ടൈം. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് എപ്പോഴും അതിന് ചുറ്റുമുള്ള സ്പേസോ അല്ലെങ്കിൽ ഓബ്ജക്റ്റോ ആകാം. അപ്പോൾ നമ്മൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഇറ്റ് ഡസ് നോട്ട് ചേഞ്ചസ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ് ആൻഡ് ടൈം. ഇതിന് നമുക്ക് ഒരുപാട് ഓബ്ജക്റ്റുകളെ നമ്മുടെ സറൗണ്ടിങ്ങിൽ കാണാം വിച്ച് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, യു ആർ സീയിങ് എ കാർ വിച്ച് ഈസ് പാർക്കിംഗ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. അത് നമ്മൾ കാണുന്നു. അപ്പോൾ ആ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ റെസ്റ്റിലാണ്. എ ട്രീ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്, ഭൂമിയിൽ നിൽക്കുന്ന ഒരു മരം അത് റെസ്റ്റിലാണ്. അതേപോലെ തന്നെ എ ബുക്ക് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ, എ സ്റ്റോൺ ലൈങ് ഓൺ ഗ്രൗണ്ട്, ഇതെല്ലാം റെസ്റ്റിൽ നിൽക്കുന്ന ഓബ്ജക്റ്റ് ആയിരിക്കത്തില്ലേ? അതിൻ്റെ എല്ലാം പൊസിഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യത്തില്ല വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ആൻഡ് ടൈം. സോ ദാറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. നെക്സ്റ്റ് ഈസ് ഓബ്ജക്റ്റ് ഇൻ മോഷൻ. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് എപ്പോഴാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത്? An object is said to be in motion when it continuously changes its position with respect to time and surrounding. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓബ്ജക്റ്റ് റെസ്റ്റ് ഇരിക്കുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് കമ്പയർ ചെയ്തല്ലേ പറയുന്നത്? അതേപോലെ തന്നെ മോഷനെയും നമ്മൾ എപ്പോഴും സറൗണ്ടിങ് ആയിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത്. അവിടെ മനസ്സിലാക്കുന്നത് ആ ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ഇൻ പൊസിഷൻ ഉണ്ടാകണം വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ആൻഡ് ടൈം. ഇതിന് ഒരുപാട് ഓബ്ജക്റ്റുകളെ നമുക്ക് കാണാം. അതായത് ദ മൂവ്മെൻറ്റ് ഓഫ് എ കാർ, the movement of a train, the movement of a lorry, then movement of planet around the sun. Then we can see another example, movement of a satellite around earth. ഇതെല്ലാം examples of object in motion. അവിടെ എല്ലാം നമ്മൾ കാണുന്നത് the body continuously changes position with respect to the surrounding. Okay, next is point object. അതിൻ്റെ ഈ പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ്, പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത ഒബ്ജക്റ്റായിട്ട് നമ്മൾ എപ്പോൾ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നതാണ്. ഈ പോയിന്റ് ഒബ്ജക്റ്റിനകത്ത് ചിലപ്പോൾ വലിയ വസ്തുക്കളെ പോലും നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ? ഇപ്പോൾ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ, ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യാണ്. ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കഴിയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ലെങ്ത് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കൊരു പോയിന്റിൽ നിൽക്കുന്ന ഒബ്ജക്റ്റായിട്ട് നമുക്കതിനെ ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത്രയും വരുമ്പോൾ ഏതാണ്ട് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 500 മീറ്ററോളം വരും. അപ്പോൾ 500 മീറ്റർ ഉണ്ട്. പക്ഷേ ഈ ട്രെയിൻ അവിടുന്ന് സ്റ്റേഷനിൽ ട്രാവൽ ചെയ്തിട്ട് സപ്പോസ് ഇസ് ട്രാവലിംഗ് ത്രൂ ഡിസ്റ്റൻസ് ഓഫ് 100 കിലോമീറ്റർ, എ ഫ്യൂ കിലോമീറ്റേഴ്സ് അത് ട്രാവൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ലെങ്ത് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അത് ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് വന്നിരിക്കുന്ന 100 കിലോമീറ്റർ അല്ലേ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓബ്ജക്റ്റ് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ഓബ്ജക്റ്റ്. അപ്പോൾ ട്രെയിനിൻ്റെ സൈസും അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസോടെ നോക്കുമ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എപ്പോഴും ഒരുപാട് കൂടുതലായിരിക്കും അതിൻ്റെ ലെങ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ ട്രെയിനിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ദറ്റ് ഈസ് ടേക്കൺ ആസ് എ പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഡെഫിനേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കും? ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി എ പോയിന്റ് ഒബ്ജക്റ്റ് ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഈസ് വെരി ലാർജ് കമ്പയർഡ് വിത്ത് ഇറ്റ്സ് സൈസ്. അതാണ് ഡെഫിനേഷൻ. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഈ പ്ലാനറ്റുകളെ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് റിവോൾവിങ് അറൗണ്ട് ദ സൺ അല്ലേ? അപ്പോൾ ഈ പ്ലാനറ്റിനെ നമുക്ക് സോളാർ സിസ്റ്റത്തിൽ ഈ പ്ലാനറ്റുകളെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു റെവല്യൂഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഓർബിറ്റിൽ കൂടിയല്ലേ മൂവ് ചെയ്യുന്നത്.
ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ മൂവ്മെൻ്റ് ഉള്ള ഓർബിറ്റിൻ്റെ ലെങ്തും പിന്നെ ഈ പ്ലാനറ്റിൻ്റെ സൈസോട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതായത് സൈസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് small compared with the orbital length. So in this situation the planet can be taken as a point object. പിന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ when a kite is flying, കൈറ്റിൻ്റെ സൈസ് നമുക്കറിയാം. അത് ഫ്ലൈ ചെയ്യുന്ന ഒരുപാട് ഹൈറ്റിലാണെങ്കിൽ അത് താഴേന്ന് മോളി വരെ പോകണ്ടേ. അപ്പോൾ ആ ഡിസ്റ്റൻസും കൈറ്റിൻ്റെ സൈസോടെ കമ്പയർ ചെയ്യുമ്പോൾ ആ കൈറ്റിനെ നമുക്ക് ഒരു പൊട്ടുപോലെ ഒരുപാട് ഹൈറ്റ് ചെല്ലുമ്പോൾ ഒരു പൊട്ടുപോലെ നമ്മൾ കാണുകയുള്ളൂ. അറ്റ് ദാറ്റ് സിറ്റുവേഷൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിത്ത് ദ കൈറ്റ് ഇൻ ദ അപ്പർ ഡയറക്ഷൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ദ കൈറ്റ്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡർ ആസ് എ പോയിന്റ് ഒബ്ജക്റ്റ്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് കാണാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പൊസിഷൻ. ഇപ്പോൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് മോഷനിൽ നിൽക്കുന്ന സമയത്ത്, അതായത് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അതിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാറുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓരോ സമയം കഴിയുന്നതോറും അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമുക്ക് ഇന്ന സമയം ഏത് പൊസിഷനിൽ എത്തി നമുക്ക് പലപ്പോഴും അറിയേണ്ട ആവശ്യം ഉണ്ടാകാറുണ്ട് അല്ലേ. അതാണ് നമ്മൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ, പൊസിഷനാണ്. അതായത് മോഷൻ തുടങ്ങിയതിന് ശേഷം അത് ഏതൊക്കെ പൊസിഷനിൽ എത്തുന്നു ആ പൊസിഷനെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത്, അതായത് നിങ്ങൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോരുകയാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ അമ്മയാണ് ആ ഫോണിൽ വിളിച്ചേക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നീ എവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പോൾ ശരിക്കും നമ്മളപ്പോൾ പറയുന്നത് നമ്മൾ ആ കറക്റ്റായിട്ടുള്ള പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യും. ശരിക്കും നമ്മുടെ ആ മോഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു പൊസിഷനാണ് നമ്മളപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മോഷനോട് കണക്ട് ചെയ്ത് എപ്പോഴും നമ്മൾ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാറുണ്ട്. ആ ബോഡി എവിടെയാണ് ആ സമയം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എപ്പോഴും ഈ ഫിസിക്സിനകത്ത് ഈ പൊസിഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു റെഫറൻസ് പോയിന്റ് വേണം. രണ്ടാമതോ ഒരു സെറ്റ് ഓഫ് ആക്സസ് വേണം. ഒന്ന് പോരാ, ആക്സസ് ഒന്ന് പോരാ, ഒരു സെറ്റ് ഓഫ് ആക്സസ് വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ ഫിസിക്സിനകത്ത് എളുപ്പം നടക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. എക്സ് ആക്സിസ് വൈ ആക്സിസ് അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ഇസഡ് ആക്സിസ് വന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്ന ഇതിനെയാണ്. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ 3 ആക്സിസ് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് നിങ്ങൾ കണ്ടല്ലോ, ദാറ്റ് ഈസ് എ ഒറിജിൻ. ഈ ഒറിജിനാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ദാറ്റ് ഈസ് എ റെഫറൻസ് പോയിന്റ്. അപ്പോൾ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്ന എപ്പോഴും ഒ ആയിരിക്കും. സെറ്റ് ഓഫ് ആക്സിസ് പറഞ്ഞാൽ ഇതിനകത്ത് 3 എണ്ണമായിരിക്കും. ഒന്ന് എക്സ് ആക്സിസ്, ഒന്ന് വൈ ആക്സിസ്, മറ്റൊന്ന് അതിൻ്റെ ഇസഡ് ആക്സിസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് ആക്സിസ് പറയുന്നത്. അത് മാത്രമല്ല, എക്സ് ആക്സിൽ കൂടി വരുന്ന ഒരു മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് എസ് കോർഡിനേറ്റ് എന്ന് പറയും. വൈ ആക്സിൽ കൂടി വരുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്ന അത് വൈ എന്ന് പറഞ്ഞ കോർഡിനേറ്റ് വെച്ചിട്ടാണ്. അവർ ഇസഡ് ആക്സിസിൻ്റെ പൊസിഷനെ സ്പെസിഫൈ ചെയ്യുന്നത് ഇസഡ് എന്ന് പറഞ്ഞ കോർഡിനേറ്റ് വെച്ചിട്ട്. അതുകൊണ്ട് ഈ ഇങ്ങനൊരു ആക്സിസ് കൺസിഡർ ചെയ്താൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കോർഡിനേറ്റ് എക്സ് വൈ ആൻഡ് ഇസഡ് വി ക്യാൻ സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ്. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് 1 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് വെച്ചു. 1 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ ആ മോഷൻ ഒന്നുകിൽ എക്സ് ആക്സിസിലാകാം, അല്ലെങ്കിൽ വൈ ആക്സിസിലാകാം, അല്ലെങ്കിൽ ഇസഡ് ആക്സിസിലാകാം. അപ്പോൾ നമുക്ക് ഒരു 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് മതി, ഈ 3 ആക്സിസിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. അതേസമയം മോഷൻ 1 ഡയമെൻഷൻ മാത്രമല്ല, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പിലെ മോഷൻസ് ആണ് വരാറുള്ളത്. 1 ഡയമെൻഷൻ മോഷൻ പറഞ്ഞാൽ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഞാനത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിനാണ്, ഒരു പ്ലെയിനിൽ നടക്കുന്ന മോഷനാണ്. ഈ മോഷൻ്റെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ നമ്മുടെ വൈറ്റ് ബോർഡ് എടുക്കാം. ഈ വൈറ്റ് ബോർഡിൽ സപ്പോസ് ദർ ഈസ് ആൻ ആൻഡ് ഹിയർ, ഇവിടെ ഒരു ഉറുമ്പ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക ഈ ഭാഗത്ത്. അതിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തെ നമ്മൾ എടുക്കുന്ന വൈ ആക്സിസ് എടുക്കുക. ഈ എഡ്ജിനെ, ഈ ബോർഡിൻ്റെ ഈ എഡ്ജ് വൈ ആക്സിസ് ആണ്. ഈ താഴത്തെ എഡ്ജ് വരുന്നില്ലേ, അത് ലോവർ എഡ്ജിനെ നമുക്ക് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ എക്സ് ആക്സിസ് പറയുന്ന ആക്സിസിൽ നിന്ന് ഇവിടേക്ക് ഒരു ഹൈറ്റ് ഉണ്ട്. അത് വൈ ആക്സിൻ്റെ പാരലായതുകൊണ്ട് നമുക്ക് വൈ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് എക്സ് ആക്സിൻ്റെ പാരലായിട്ട് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിളുടെ പൊസിഷനെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ഏതൊക്കെ കോർഡിനേറ്റ്സുകൾ വേണ്ടി വന്നു, എക്സും വേണ്ടി വന്നു, വൈയും വേണ്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 2 ഡയമെൻഷൻ മോഷനെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് എത്ര ആക്സസ് വേണ്ടി വരും, 2 എണ്ണം വേണം. ഒന്ന് ഏതായിരിക്കും, ഒന്ന് എക്സും മറ്റൊന്ന് വൈയും എടുത്തു. ഇതുപോലെ നമുക്ക് വൈയും ഇസഡൂടെ കമ്പയർ ചെയ്യാം, അവിടെ മോഷൻ നടന്നാൽ മതി. അതുപോലെ തന്നെ ആ എക്സ് ഇസഡ് എന്ന് പറഞ്ഞ പ്ലെയിൻ നടക്കുകയാണെങ്കിൽ ആ എക്സിൻ്റെ ഇസഡിൻ്റെയും ഹെൽപ്പോടുകൂടി നമുക്ക് പൊസിഷൻ
സ്പെസിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ സ്പെസിഫൈ ചെയ്ത പോലെ അവിടെ സ്പെസിഫൈ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് 2 ഡയമെൻഷൻ മോഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി എത്ര ആക്സിസിൻ്റെ ആവശ്യം വരും? നമുക്ക് എപ്പോഴും 2 എണ്ണത്തിൻ്റെ ആവശ്യം വരും. 2 ആക്സിസ് ആർ റിക്വയർഡ് ദെയർ. അതിനകത്ത് ഇപ്പം നമുക്ക് 2 ആക്സിസ് വെച്ചുകൊണ്ട് ഇവിടെ 3 കോമ്പിനേഷൻ എടുക്കാം. എക്സ് വൈ, വൈ ഇസഡ് ആൻഡ് ഇസഡ് എക്സ്. അത്രയും പ്ലെയിൻസുകൾ എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേസമയം 3 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ദർ ഇസ് എ മോഷൻ ഇൻ സ്പേസ് ആയിരിക്കും. സ്പേസിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം എന്താ, ഇപ്പോൾ ഈ പേന തന്നെ സ്പേസിൽ നിൽക്കാമെന്ന് വിചാരിക്കാം. സ്പേസിൽ നിൽക്കുമ്പോൾ ഇതിന് അളവുകൾ പറയുമ്പോൾ നമ്മുടെ ഈ റൂമിൻ്റെ ഈ സൈഡ് മനസ്സിലായില്ലേ, ഇങ്ങനെയുള്ള ഭാഗം എക്സ് ആക്സിസ് ആയിട്ട് എടുക്കാം. ദിസ് ഈസ് വൈ ആക്സിസ് ആയിരിക്കും. മുകളിലോട്ട് പോകുന്ന ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ് ആക്സിൽ നിന്ന് ഡിസ്റ്റൻസ് പറയേണ്ടി വരും. അത് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. വൈ ആക്സിൽ നമുക്ക് പറയേണ്ടി വരും. അത് വൈ കോർഡിനേറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഹൈറ്റ് പറയണം. ഇത് ഈ ഹൈറ്റിന് പാരലായിട്ട് വൈ ആക്സ് ഇസഡ് ആക്സിന് പാരലായിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് പറയണം. അപ്പോൾ നമുക്ക് ഇസഡ് കോർഡിനേറ്റ് കിട്ടിയില്ലേ? അപ്പോൾ എത്ര ആക്സിസിൻ്റെ ആവശ്യം വന്നു? എക്സ് വേണ്ടി വന്നു, വൈ വേണ്ടി വന്നു, ഇസഡ് വേണ്ടി വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് മോഷൻ ക്യാൻ ബി സ്പെസിഫൈഡ് ഓൺ ദി ബേസ് ഓഫ് 3 ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞ ഒരു ടേമാണ് നമുക്കിനി അടുത്തായിട്ട് പഠിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഒരു പാർട്ടികളുടെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ ആ പൊസിഷനോടൊപ്പം തന്നെ നമ്മൾ ടൈമോടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ മോഷന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോഡി എക്സൈസിൽ കൂടെ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതാണ് അതിൻ്റെ ഒറിജിൻ. അത് ഏതാണ്ട് 30 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ 2 സെക്കൻഡ്സ് കഴിയുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, ആഫ്റ്റർ സ്റ്റാർട്ടിങ് ദ മോഷൻ, ആഫ്റ്റർ 2 സെക്കൻഡ്സ് വാട്ട് ഈസ് ദ പൊസിഷൻ, വേർ ഈസ് ദ പൊസിഷൻ? അപ്പോൾ നമ്മൾ പറയും 30 മീറ്റർ എന്ന് പറയും. അത് കഴിഞ്ഞ് 4 സെക്കൻഡ്സ് കഴിയുമ്പോൾ പൊസിഷൻ ചോദിച്ചാൽ എന്ത് പറയും? 50 മീറ്റർ എന്ന് പറയും. 6 സെക്കൻഡ്സ് കഴിയുമ്പോൾ 70 മീറ്റർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഓരോ പൊസിഷനും 30, 50 പറയുമ്പോൾ അതിനോടൊപ്പം സമയം കൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ലേ? അതായത് ഓരോ സമയത്തും ഏത് പൊസിഷനിൽ അത് നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിഞ്ഞാൽ ആ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതിനുവേണ്ടി നമ്മുടെ ഈ നേരത്തെ പറഞ്ഞേക്കുന്ന റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഇല്ലേ, അതിനോടൊപ്പം അവരെന്താക്കി ഒരു ക്ലോക്ക് കൂടെ അറേഞ്ച് ചെയ്യും. ടൈം നോട്ട് ചെയ്യാൻ വേണ്ടി ദേ ആർ അറേഞ്ചിങ് എ ക്ലോക്ക്. ഒരു ക്ലോക്ക് കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്താൽ ഈ ക്ലോക്ക് ഉപയോഗിച്ച് നമുക്ക് സമയം അറിയാൻ പറ്റും. പിന്നെ ഈ കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ പൊസിഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ നമ്മൾ ആരെ കമ്പൈൻ ചെയ്തു? ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റവും ഒരു ക്ലോക്ക് കൂടെ കമ്പൈൻ ചെയ്തില്ലേ? ഈ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദിസ് ഇസ് കോൾഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.